എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഉള്ളിപ്പുളി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഉള്ളിപ്പുളി എന്ന് പറയുന്നത് ചെറിയ ഉള്ളി വെച്ചിട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള കറിയാണ്. ഈ ഒരു കറി എന്ന് പറയുന്നത് എൻ്റെ അമ്മ എനിക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിന് തന്നുവിടാറുള്ള സ്ഥിരം കറിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ് ഉള്ളിപ്പുളിയും അതുപോലെ തന്നെ തക്കാളി ചട്നിയും. അപ്പോൾ അമ്മയുടെ ഉള്ളിപ്പുളി തക്കാളി ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് തക്കാളി ചട്നി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഒരു റെസിപ്പിയാണ് ഈ ഒരു കറി. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ തുടക്കക്കാർക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഇതിന് ഉള്ളിപ്പുളി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് എന്താണെന്ന് നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ ഈ ഒരു കറി നമ്മൾ ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. ഈ ഒരു പുളി എന്ന് പറയുന്നത് നമുക്ക് കുതിർത്തിട്ട് ഇതിൻ്റെ വെള്ളം വേണം. അപ്പം ചെറിയ ഉള്ളി ഞാനിവിടെ 1.5 പിടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുളി ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക, നാടൻ കറി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സ്പെഷ്യലായിട്ടൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇവിടെ അങ്ങനെ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാഞ്ഞത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വഴറ്റുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം സാധാരണ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ എരിവ് അനുസരിച്ചിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ വേണം. മല്ലിപ്പൊടി ഇതിൽ കുറച്ചാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവാപ്പൊടി. അതൊരു 2-3 നുള്ള് ഉലുവാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഉലുവാപ്പൊടി ചേർക്കുമ്പോഴാണ് ഈ ഒരു ഉള്ളിപ്പുളിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളവന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന പുളി, അതായത് പിഴുപുളിയാണ്, വാളൻ പുളി എന്ന് പറയും, അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു കറിക്ക് നല്ലൊരു പുളി രസമാണ് ഉള്ളത്. ഇനി ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇഞ്ചിക്കറിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന പോലെ അതുപോലെ തന്നെ ഉള്ളൂ ഇത്. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിപ്പുളി തിള വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു കറിയും ചമ്മന്തിയും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത് തന്നെയായിട്ടും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്